കരിയർ ഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം. ദിനം പ്രതി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അതിനാൽ തന്നെ അതിൻ്റെ കരിയർ സാധ്യതകളും അതോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നു തൊടുപുഴ BEd ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീജിത്ത് K. നായർ സാർ. സ്വാഗതം സാർ. നമസ്കാരം. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു മേഖലയാണ്. ഇപ്പോൾ യാത്ര ചെയ്യാനും ടൂറുകളൊക്കെ പോകാനും താല്പര്യമുള്ളവർ ഒത്തിരിയേറെയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖല വളർന്നുകൊണ്ടേയിരിക്കുന്നു. ടൂറിസം എന്നൊരു സബ്ജക്റ്റിലേക്ക് ഒരു കുട്ടി എത്തിപ്പെടുമ്പോൾ അത് ചിലപ്പോൾ സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട പോലെ ആവാം, നമ്മളെപ്പോഴും പറയുന്ന പോലെ. എന്നിരുന്നാലും എത്തിപ്പെടുമ്പോൾ ഏതൊക്കെ തരമുള്ള കോഴ്സുകളാണ് ടൂറിസത്തിനുള്ളത് എന്ന് അവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാം. ഇത് പറയുമ്പം ആദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് ഈ കോഴ്സ് ഏതൊരു കോഴ്സും ചൂസ് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ധാരാളം കരിയർ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. പക്ഷെ നമ്മൾ ഈ കരിയർ കാക്ഷിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ നമ്മുടെ ടേസ്റ്റ് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്കിഷ്ടമുള്ള, നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള, യോജിക്കുന്ന ആ കരിയർ, ആ കോഴ്സ് തിരഞ്ഞെടുക്കണം. ഇപ്പം ഡോക്ടറാവാൻ ഇഷ്ടമല്ലാത്ത ആളുകൾ ധാരാളം ഡോക്ടേഴ്സ് ആകും, വീട്ടിലത്തെ നിർബന്ധം കൊണ്ടും അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റേറ്റസ് പേരൻസ് നിർബന്ധിച്ചുകൊണ്ടും ഒക്കെ. പക്ഷേ നമുക്കിഷ്ടമല്ലാത്ത ഒരു കരിയറിൽ ചെന്ന് ചാടിയാൽ പിന്നെ നമ്മൾ ആയുഷ്കാലം മുഴുവനും ആ കരിയർ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരനുഭവം ഉണ്ടാവും. അപ്പം അത് മാറ്റി, ഇപ്പം യങ്സ്റ്റേഴ്സ് വളരെ ഫോക്കസ്ഡാണ്. അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിനോട് ഞാൻ ഇങ്ങനെ ഒരു അഡ്വൈസ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സിന് 100% ഇഷ്ടപ്പെടുന്ന, താല്പര്യമുള്ള ആ കരിയർ ചൂസ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പം കുറച്ച് ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു കരിയറാണ് ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. മറ്റ് ജോലികളെല്ലാം ഇപ്പോൾ PSC ആയാലും ടീച്ചിങ് ആയാലും ഏത് ജോലി കിട്ടിയാലും ഇത്രത്തോളം ഒരു ഫ്രീലാൻസ് നേച്ചറില്ല. നമ്മൾ ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ആ ടൈം ഷെഡ്യൂൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് അവധികളെല്ലാം ആ നിയമത്തിനനുസരിച്ച് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധിക്കും. പക്ഷേ ഇവിടെ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് വരുമ്പം കുറേ കൂടി ഫ്രീലാൻസ് വേദിയാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. മാത്രമല്ല, യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ, അതിഥികളെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ, ആതിഥേയ മര്യാദ കാണിക്കുവാനായിട്ട് കഴിവ് കൂടുതലുള്ള ആളുകൾക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള കോഴ്സാണ് ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ. അപ്പം ഇപ്പം വേൾഡ് ഒരു ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും യൂറോപ്പും എല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ എളുപ്പമാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുവാൻ എളുപ്പമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ തമ്മിൽ പരസ്പര ബന്ധങ്ങളും ആളുകൾ തമ്മിൽ ഷെയറിങ്ങും എല്ലാം കൂടി വരികയാണ്. മാത്രമല്ല, ഇതൊരു വലിയ വരുമാന സ്രോതസ്സാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഏതൊരു രാജ്യത്തായാലും ഗവൺമെൻറ് ധാരാളമായിട്ട് ഈ ട്രാവൽ ആൻഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, തായ്ലൻഡ് പോലത്തെ രാജ്യങ്ങൾ, ശ്രീലങ്ക പോലത്തെ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും ഈ ട്രാവൽ ആൻഡ് ടൂറിസം ആണ് അവരുടെ മെയിൻ പണത്തിൻ്റെ സ്രോതസ്സ്. അങ്ങനെയുള്ള രാജ്യങ്ങളും ധാരാളമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തൊഴിൽ സാധ്യതകൾ ഇപ്പം കുറച്ച് കുറവാണെങ്കിലും ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 40 ഇരട്ടിയെങ്കിലുമായിട്ട് അത്രത്തോളം വികസിക്കും. അതുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച്, മൾട്ടി കൾച്ചറൽ സിനാറിയോയിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് പറയുമ്പം ആദ്യകാലങ്ങളിലെല്ലാം പെൺകുട്ടികൾ മടിക്കും ഈ ഫീൽഡിലേക്ക് വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ ധാരാളമായിട്ട്, ഇപ്പോൾ സിനിമയെല്ലാം സംവിധാനം ചെയ്യാൻ സ്ത്രീകൾ വന്നു തുടങ്ങി. എയർ ഹോസ്റ്റസുമാർ, പൈലറ്റുമാർ, ട്രെയിൻ ഡ്രൈവേഴ്സ്, അങ്ങനെ ധാരാളം സ്ത്രീകളും ഈ ഫീൽഡിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഇതൊരു കോമൺ ഫീൽഡായി മാറിയിരിക്കുകയാണ്. ഇനി ചോദിച്ചതുപോലെ ഇതിനകത്ത് നമ്മുടെ കേരളത്തിൽ മറ്റേതൊരു കോഴ്സ് പോലെ ഇതിനകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ്, ചെറിയൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ട് ഏതെങ്കിലും ലോക്കലായിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ അതിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒരു ലോ ലെവൽ മുതൽ
ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതെല്ലാം കൈകാര്യം ചെയ്യുന്ന അത്രത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്ക് പോകാനുള്ള ഒരു വൈഡ് റേഞ്ച് ഈ ഫീൽഡിലുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ ഫീൽഡിൽ ഉണ്ട്. ഡിഗ്രി കോഴ്സുകൾ ധാരാളമായിട്ട് BA ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, BBA ടൂറിസം അഡ്മിനിസ്ട്രേഷൻ, ടൂറിസം മാനേജ്മെൻറ്റ് പോലത്തെ BBA കോഴ്സുകളുണ്ട്, MTA മാസ്റ്റർ ഇൻ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ പോലത്തെ കോഴ്സുകളുണ്ട്, അതിൻ്റെ MPhil ഉണ്ട്. റിസർച്ച്, ടൂറിസം ലൈനിൽ റിസർച്ച് പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് റിസർച്ച് PhD എല്ലാം ചെയ്യാം. അങ്ങനെ മറ്റേതൊരു കോഴ്സിൻ്റെ പോലെയും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് പഠന അവസരങ്ങളുള്ള ഒരു കോഴ്സാണ് MTA അല്ലെങ്കിൽ ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഏരിയ. ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരു കുട്ടിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്താണ് സർ? അതും മറ്റ് ഡിഗ്രികളെല്ലാം പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എപ്പോഴും +2 ആണ്. നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാ ഡിഗ്രി കോഴ്സിൻ്റെയും ഫൗണ്ടേഷനായിട്ട് വേണ്ടത് +2 കോഴ്സാണ്. അത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ട്രാവൽ ആൻഡ് ടൂറിസം ആയാലും BBA ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആയാലും എല്ലാം ഈ +2 കോഴ്സ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. ട്രാവൽ ആൻഡ് ടൂറിസം തിരഞ്ഞെടുക്കാൻ ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടിക്കും സാധിക്കും. അതാണ് ആ കോഴ്സിൻ്റെ വേറൊരു പ്രത്യേകത. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കേ പറ്റൂ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഇല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഡിസിപ്ലിൻ ആർക്കും ചൂസ് ചെയ്യാം ഈ ബാച്ചിലർഷിപ്പ്. അതുപോലെ BA ഏത് വിഷയം എടുത്ത ഒരു കുട്ടിക്കും MA ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ MTA മാസ്റ്റർ ഇൻ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ MTA അല്ലെങ്കിൽ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമേ അതിൻ്റെ ഹയർ സ്റ്റഡീസ് PG ആൻഡ് ഹയർ സ്റ്റഡീസിലേക്ക് MPhil PhD അതിനെല്ലാം പോകാനായിട്ട് അവസരങ്ങളുള്ളൂ. അപ്പം അടിസ്ഥാന യോഗ്യത എപ്പോഴും +1 +2 അതാണ് അടിസ്ഥാന യോഗ്യത. അതുപോലെ ഏത് സബ്ജക്റ്റുകാർക്കും ഇതിൻ്റെ ഡിഗ്രി സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടിക്കായാലും കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടിക്കായാലും ഇതിൻ്റെ ഡിഗ്രിക്ക് ചേരാം. ഏത് ഡിഗ്രി പാസ്സായി വരുന്ന കുട്ടിക്കും ഇതിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ചേരാം. അങ്ങനെ ഒരു ഫ്രീഡം ഈ കോഴ്സിന് ഉണ്ട്. ഹ്യൂമാനിറ്റീസിൽ പെടുത്തിയത് കൊണ്ട് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. ടൂറിസത്തിൻ്റെ ഒരു വകഭേദമാണോ ട്രാവൽ ആൻഡ് ടൂറിസം, അതോ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്നാണോ ഇതെല്ലാം ആരംഭിക്കുന്നത്? നമ്മൾ മനുഷ്യൻ എന്താ പറയുന്നത്, പണ്ട് കാട്ടിലെല്ലാം ജീവിച്ചിരുന്ന ആ കാലം മുതൽ ഒരു സിവിലൈസേഷനിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് കാട്ടിലെല്ലാം ജീവിച്ചിരുന്ന ആ കാലത്തിൽ നിന്നും ഒരു സിവിലൈസ്ഡ് ഫോമിലേക്ക് വരുന്ന ആ സമയം മുതൽ ഇത് വേറെ ഒന്നല്ലെങ്കിൽ വേറെ ഈ പേരിലൊന്നും ആയിരിക്കില്ല അറിയപ്പെടുന്നത്. അന്നും ഈ ആതിഥേയ മര്യാദകൾ, ആളുകൾ ഒരു ഗോത്രത്തിൽ നിന്നും വേറൊരു ഗോത്രത്തിലേക്ക് സഞ്ചാരം, അങ്ങനെയെല്ലാം അന്നും ഉണ്ടായിരുന്നു. അപ്പം ആദിമകാലം മുതൽ തന്നെ ഉള്ള ഒരു സബ്ജക്റ്റാണ് ശരിക്കും ഈ ട്രാവൽ ആൻഡ് ടൂറിസം. ആളുകൾ സഞ്ചരിക്കും എപ്പോഴും. വാസ്കോ ഡ ഗാമ എവിടെ വന്നു അതെല്ലാം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെയെല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വേറെ ഒരു കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യണം. ആ കൾച്ചറിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെ പോലും ഹർട്ട് ചെയ്യാതെ നമ്മൾ അവരായിട്ട് ഇടപെടണം. ആളുകൾ തമ്മിലുള്ള വിനിമയം, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകളായിട്ട് ആയിരിക്കാം. നമുക്ക് ആ ഭാഷ അറിയില്ല, പക്ഷെ നമുക്ക് നോൺ വെർബലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എല്ലാം പണ്ട് നടന്നിരുന്നു. അതിൻ്റെ ഒരു മോഡേൺ രൂപം അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് വേർഷനാണ്, കുറച്ചുകൂടി അതിനെ ഒരു എന്താ പറയുക പോളിഷ്ഡായിട്ട് കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ ട്രാവൽ ആൻഡ് ടൂറിസം. അത് കുറച്ചുകൂടി ഫോർമലായിട്ട്, അന്ന് ഇൻഫോർമലായിരുന്നു, അതിനെ കുറച്ചുകൂടി ഫോർമലായിട്ട് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നു. പഠിച്ചതിന് ശേഷം കരിയറായിട്ട് തന്നെ ആതിഥേയത്വം കരിയറായിട്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. അപ്പം ഇതൊരു പ്രസ്റ്റീജ് കൂടിയാണ്. രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഫാമിലികൾ തമ്മിലാണെങ്കിൽ നല്ല ആതിഥേയ മര്യാദയുള്ള രാജ്യമാണ്. ആതിഥേയ മര്യാദയുള്ള അത് ഹൈലൈറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ കാണിക്കുവാനും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ ആകർഷിച്ച് നമ്മൾ നല്ല നമ്മുടെ കേരളത്തിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ. ഇത്രത്തോളം ഇപ്പം പല ഓസ്ട്രിയ അല്ലെങ്കിൽ വിയന്ന അതുപോലെയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് അത്ര ഭംഗിയുള്ള ഭൂപ്രകൃതിയൊന്നും അല്ല അവരായിട്ട് കമ്പയർ ചെയ്യുമ്പം. മഞ്ഞുമലകൾ, ആൽപ്സ് പർവ്വതനിരകൾ,
അതെല്ലാം വച്ച് നോക്കുമ്പം നമ്മുടെ സഹ്യാദ്രി മലയൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ എന്താ പറയുന്ന കൾച്ചർ, നമ്മൾ ആളുകളോട് പെരുമാറുന്ന ആ സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള ആ രീതികളെല്ലാം ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്കിങ്ങനെ ഒരു നിർവചനം കിട്ടിയിട്ടുള്ളത്, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പം അത് നമ്മളെ സംബന്ധിച്ചൊരു ക്രെഡിറ്റാണ്. അപ്പം ഈ ഫീൽഡിൽ വരുന്ന കുട്ടികൾ, ഈ ഫീൽഡിൽ ജോലി ചെയ്യാൻ വരുന്നവരെല്ലാം അത് കാത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതും അതിനനുസരിച്ചാണ് അതിൻ്റെ അഭിരുചി പരീക്ഷകൾ വരുന്നതും എല്ലാം. അപ്പം ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ആ ഒരു സിവിലൈസ്ഡ് കാലഘട്ടം മുതൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അപ്പം ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്നാണ് ഇതെല്ലാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സഞ്ചാരത്തിൽ നിന്നും ആശയവിനിമയത്തിൽ നിന്നെല്ലാമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഏതൊക്കെ തരം കോഴ്സുകളാണ് സാർ ഉള്ളത്? അത് പഠിക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും. ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിലുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലെല്ലാം. ഇപ്പം വലിയ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, രാജ്യങ്ങളുടെ ഒരു പ്രസ്റ്റീജാണ്. അപ്പോൾ വലിയ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ. ഇനി ഇതിൽ പഠിക്കുവാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ BA, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ BA ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, മാസ്റ്റേഴ്സ് ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, അതിൻ്റെ MPhil ഉണ്ട്, PhD ഉണ്ട്, അങ്ങനെ പോകുന്നു. ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് കാഠിന്യം കൂടി വരും. എങ്കിലും ഏറെക്കുറെ ഇവർ പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം മറ്റൊരാളുടെ മനസ്സിലേക്ക് എത്തിക്കുക, അതിൻ്റെ കണ്ടൻറ്റ് ചോർന്നു പോകാതെ അതങ്ങനെ തന്നെ എത്തിക്കുക എന്നുള്ളതൊരു സ്കില്ലാണ്. അപ്പം അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനാണ്. മറ്റേ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, കൊല്ലം ജില്ല. ഓരോ ജില്ലകളിലൂടെ നമ്മൾ പോരുമ്പം ഡിസ്ട്രിക്റ്റ് വൈസ് ചെറിയ ഒരു കൾച്ചർ വളരെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇനി കുറച്ചുകൂടി വലുതായിട്ട് ചിന്തിച്ച് കേരളത്തിൻ്റെ ഒരു കൾച്ചറും തമിഴ്നാടിൻ്റെ കൾച്ചറും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിൽ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പം ഈ കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കാനുണ്ടാകും തീർച്ചയായിട്ടും. പല ഭാഷകൾ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറേ ഭാഷകൾ, മൾട്ടിറ്റ്യൂഡ് ഓഫ് ലാംഗ്വേജസ് അറിഞ്ഞാൽ അത്രത്തോളം നല്ലത്. അപ്പോൾ പല ഫ്രഞ്ച് ഭാഷ, ജർമ്മൻ ഭാഷ, സ്പാനിഷ്, അങ്ങനെയുള്ള ഭാഷകൾ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഈ കോഴ്സിനകത്ത് കൊണ്ടുവരും. പിന്നെ കുറേ നിയമങ്ങളെല്ലാം കാണും. നമ്മുടെ സർക്കാർ തലത്തിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിനെയൊക്കെ സംബന്ധിച്ച്, പാസ്പോർട്ട് അതിനെ സംബന്ധിച്ച്, വിസ എങ്ങനെ എടുക്കണം അതിനെ സംബന്ധിച്ച്, ഇങ്ങനെയെല്ലാം മൈഗ്രേഷനെ സംബന്ധിച്ച് അങ്ങനെയെല്ലാം കുറേ നിയമങ്ങളും കാര്യങ്ങളെല്ലാം കാണും. അപ്പം അങ്ങനെയാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്ത് പോരുന്നത്. അപ്പം ഈ ലെവലിനനുസരിച്ച് BA ആണെങ്കിൽ അതിൻ്റെ ഒരു മൈൽഡ് ലെവലിലായിരിക്കാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് പോകുമ്പം അതിൻ്റെ കുറച്ചുകൂടി ഹയർ ലെവലിലെ ആകാം നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അപ്പം മോർ ഓർ ലെസ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മളുടെ സോഷ്യൽ സ്കില്ലുകളും ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ കുറിച്ചും ഭാഷയെക്കുറിച്ചും കുറേ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിങ് ഈ ട്രാവൽ ആൻഡ് ടൂറിസം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അടിസ്ഥാനമായിട്ട് ഇതിനകത്ത് പല പേപ്പേഴ്സായിട്ട് വരിക. ടൂറിസം പഠിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് താല്പര്യമുള്ള ഒത്തിരി വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ കേരളത്തിൽ തന്നെ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ സാർ? തീർച്ചയായിട്ടും കേരളത്തിൽ ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കാനുള്ള ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, റൺ ബൈ ഗവൺമെൻറ് ഓഫ് കേരള. അത് കിറ്റ്സ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ്, കിറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം. ഇത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എവിടെയാണ് ഇത് തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കിറ്റ്സിൽ പല കോഴ്സുകൾ, പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, 2-3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. 6 മാസത്തെ 1.5 വർഷം മുതൽ 1.5 വർഷം വരെയുള്ള ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നുണ്ട്. PG കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനാവശ്യം, ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ തനതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളെല്ലാം മറ്റ് ലോകത്തിൻ്റെ മുന്നിൽ
തുറന്നു കാണിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പ്രത്യേകം നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരള കിഡ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ള കുട്ടികൾക്ക് കിഡ്സിൽ എൻട്രൻസ് എഴുതണം. അപ്പം നെറ്റ് ഓൺലൈനായിട്ട് അതിൻ്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ സമയവും ഡ്യൂറേഷൻ നമ്മൾ ചേരാൻ പോകുന്ന കോഴ്സിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ചെറിയ എൻട്രൻസ് ആയിരിക്കും. PG കോഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ടഫായിരിക്കും. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് അതിന് ചേരാവുന്നതാണ്. തീർച്ചയായിട്ടും ടൂറിസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ തൊഴിൽ സാധ്യതകളും വളരെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ തൊഴിൽ സാധ്യതയാണ് ടൂറിസത്തിനുള്ളത്? അത് മാത്രമല്ല, അഥവാ ടൂറിസം പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല എങ്കിൽ വേറെ ഏതൊക്കെ സ്ട്രീമിൽ ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം ടൂറിസം പഠിച്ചിട്ട് വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് പോകാൻ താല്പര്യമില്ല, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ, ഇതിന് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം ടീച്ചേഴ്സിനെ വേണം. അപ്പോൾ ഇവർക്ക് ടീച്ചിങ്ങിലേക്ക് ആ സൈഡിലേക്ക് തിരിയാം. സ്കൂളുകളിലും ഇപ്പോൾ വന്നു തുടങ്ങി. ട്രാവൽ ആൻഡ് ടൂറിസം ഒരു സബ്ജക്റ്റായിട്ട് സ്കൂളുകളിൽ വന്നു തുടങ്ങി. വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ടീച്ചിങ് വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ ഇത് കൂടാതെ ഫ്രീലാൻസ് പോകാൻ താല്പര്യമുള്ളവർക്ക് ഷിപ്പുകളിൽ പല രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കാം. അത് ഗുഡ്സിൻ്റെ ഷിപ്പാകാം, പാസഞ്ചർ ഷിപ്പാകാം, അതുപോലെ എയർ ഹോസ്റ്റസ്, അങ്ങനെ മറ്റു പല എംബസികളുണ്ടല്ലോ. ഇന്ത്യൻ എംബസികൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓഫീസുകളിൽ ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റുകളെല്ലാം എഴുതി കയറാം. ഇത് കൂടാതെ ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിൻ്റെ വേറെ ഒരു വകഭേദമാണ് കാർഗോ മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ പ്ലെയിനിൽ പാസഞ്ചേഴ്സ് മാത്രമല്ലല്ലോ പോകുന്നത്, അതിനകത്ത് ഗുഡ്സ് പോകുന്നുണ്ട്. അപ്പം ഈ ഗുഡ്സിൻ്റെ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അവർക്കുള്ള ഫുഡ്, ഇതെല്ലാം ഇതിനകത്ത് വരും. ട്രാവൽ ആൻഡ് ടൂറിസം നമ്മളിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചെല്ലാം പ്ലെയിനിൽ നിന്ന് കിട്ടും. അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ട്രാവൽ ആൻഡ് ടൂറിസം. അപ്പം ഇതിൻ്റെ പാസഞ്ചർ സൈഡുണ്ട്, ഇതിൻ്റെ കാർഗോ സൈഡുണ്ട്, അതുപോലെ ഷിപ്പ്, അങ്ങനെ വലിയ ഒരു അത് റാപ്പിഡ്ലി ഇൻക്രീസിങ് ആണ്. വരുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ 40 ടൈംസ് ഇത് ഡെവലപ്ഡ് ആകും. 40 ടൈംസ് ആളുകളെ ആവശ്യം വരും എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടാത്തവർക്ക് ടീച്ചിങ്ങിലേക്ക് തിരിയാം, ഇഷ്ടപ്പെടുന്നവർക്ക് 2-3 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഫോറിൻ കമ്പനിയിലേക്ക് മാറാം. ഇപ്പം ഇന്ത്യൻ കമ്പനീസിൽ 2-3 വർഷമൊക്കെ എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം അപ്പോൾ അതിനനുസരിച്ച് സാലറിയിൽ ഭയങ്കര വ്യത്യാസം വന്നു. 50 ടൈംസ് 60 ടൈംസ് ഒക്കെ വ്യത്യാസം വരും. അപ്പം വലിയ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ് ട്രാവൽ ആൻഡ് ടൂറിസം. ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതിൽ ഒത്തിരിയേറെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. എങ്കിലും വളരെ വകഭേദങ്ങൾ ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാകുമല്ലോ, സിലബസ്. ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ സിലബസിനെ കുറിച്ചൊന്ന് പറയാം സാർ. ഏറ്റവും മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് എടുത്താൽ അതിനെ നമുക്ക് വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്യാം, സബ്ഡിവൈഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷനിലെ ലാംഗ്വേജ് എപ്പോഴും ഒരു എലമെൻ്റാണ്, വലിയ പ്രധാനമുള്ള ഒരു എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷൻ, ദ റോൾ ഓഫ് ലാംഗ്വേജ്. അപ്പം പല ഭാഷകൾ, ഈ ഭാഷകൾ എപ്പോഴും അത് എത്രത്തോളം കൂടുതൽ പഠിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. പ്രത്യേകിച്ച് ട്രാവൽ ആൻഡ് ടൂറിസം, നമ്മളൊരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുമ്പം ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകും നമ്മൾ ആ ഏരിയയിലാണെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് ഈ കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മസ്റ്റായിട്ടും വേണം, പ്ലസ് ഫോറിൻ ലാംഗ്വേജസ് എപ്പോഴും ആഡ് ഓൺ ആണ്. ഫോറിൻ ലാംഗ്വേജസ് പഠിക്കും. പിന്നെ ഹ്യൂമൻ സൈക്കോളജി, കാരണം ബിഹേവിയർ, നമ്മൾ ഓരോ ആളുകളായിട്ടും ബിഹേവിയർ ചെയ്യേണ്ട രീതി, കുറച്ച് പൊളൈറ്റായിട്ട് പെരുമാറണം, അതുപോലെ എല്ലാവരോടും സോഫ്റ്റായിട്ട് പെരുമാറണം. നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് അയാൾ സംസാരിച്ച് കഴിയാനായിട്ട് നമ്മൾ വിടണം. അപ്പം അങ്ങനെ നമ്മൾ ഒരു എക്സ്ക്യൂസ് മീ ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നതിന് പോലും അതിന് നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ വെള്ളം എടുത്ത് താടാ എന്ന് പറയാം, പക്ഷേ എക്സ്ക്യൂസ് മീ അത് പറയേണ്ടടുത്ത് അത് പറയണം. പൊളൈറ്റ്നെസ് കാണിക്കേണ്ട അടുത്ത് പൊളൈറ്റ്നെസ് കാണിക്കണം. അപ്പം സൈക്കോളജി പഠിക്കണം,
നമ്മൾ പറഞ്ഞ പോലെ ലാംഗ്വേജസ് പഠിക്കണം, പിന്നെ കൾച്ചേഴ്സ് എപ്പോഴും പഠിക്കണം. പല കൾച്ചറും പല തരത്തിലുള്ള ബിഹേവിയർ, അവർ വളർന്നു വന്ന ഒരു രീതി കാണും. അപ്പം അതിനനുസരിച്ച് ബിഹേവിയറൽ ചേഞ്ച് കാണും. അപ്പം നമ്മൾ ഈ കൾച്ചേഴ്സിനെ കുറിച്ചെല്ലാം പഠിക്കണം. പിന്നെ ഈ ഗൈഡുമാരെപ്പോഴും ഓരോ നമ്മൾ കാണാറുണ്ട്, ഇപ്പം നമ്മൾ തന്നെ ടൂറ് പോകുമ്പം ഈ ഗൈഡ് വന്ന് വിവരിക്കും ടിപ്പു സുൽത്താൻ്റെ കാര്യവും പഴശ്ശിരാജയുടെ. അപ്പോൾ ചരിത്രം അറിയാതിരിക്കണം, വളരെയധികം ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ കോമൺ സബ്ജക്ട്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം എയർ ഹോസ്റ്റസ് ആകാൻ പോവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസേഷനിലേക്ക് മാറാം. നമ്മൾ വേറെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനകത്ത് കമ്പ്യൂട്ടർ സ്കില്ല്, ഡേറ്റ അനാലിസിസ് കാര്യങ്ങളെല്ലാം അത് സ്പെഷ്യലൈസ് ചെയ്യും. ഇപ്പോൾ കാർഗോ മാനേജ്മെൻറ്റിലേക്കാണ് നമ്മൾ തിരിയുന്നതെങ്കിൽ അതിൻ്റേതായിട്ട് ഹൗ ടു മാനേജ് കാർഗോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഫുഡ് ആൻഡ് ബീവറേജസ് ആ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തിരിയും. അപ്പം ഓരോന്നിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി അനുസരിച്ച് സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. എങ്കിലും ജനറലായിട്ട് നമുക്ക് ഒഴിവാക്കാനാകാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ലാംഗ്വേജ് ഒഴിവാക്കാൻ പറ്റില്ല, ഡിഫറെൻറ്റ് ഹിസ്റ്ററി ഒഴിവാക്കാൻ പറ്റില്ല, പല കൾച്ചേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജിയുടെ ബേസിക്സ് തീർച്ചയായിട്ടും അറിയാമായിരിക്കണം. അപ്പോൾ അങ്ങനെ കുറേ കോമൺ സബ്ജക്ട്സും ഉണ്ട്, കോറായിട്ട് വരും. പിന്നെ കുറേ എലക്റ്റീവ് അല്ലെങ്കിൽ ഓപ്ഷൻസും കാണും എപ്പോഴും. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കരിയർ ഗ്രാഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നന്ദി, നമസ്കാരം.